വെൽക്കം. നമ്മൾ ഇന്ന് പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് ടേംസ് നമുക്ക് പറയാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് എന്താണ് പോളിനോമിയൽ. പോളിനോമിയലിനെ നമ്മൾ രണ്ട് വേർഡ്സ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിൽ പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നും നോമിയൽ എന്ന് പറഞ്ഞാൽ ടേംസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാട് ടേംസ് ഉള്ള ഒരു ഇക്വേഷൻസോ. ഓക്കെ, ഇനി എന്താണ് പോളിനോമിയലിൽ വരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിക്കുന്നത്. നോക്കിക്കേ, ഇത് 4x² + 7y - 1 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിലെ ഈ ഹോൾ നമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്പേഴ്സിനെ, അതായത് ഈ വേരിയബിൾസിൻ്റെ കൂടെ കിടക്കുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കോഎഫിഷ്യൻസ്. ഇനി വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വേരിയബിൾ എന്ന ടേമിൻ്റെ മീനിങ് തന്നെ എന്താ? അതെപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് എപ്പോഴും ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് അതിന് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിളിൻ്റെ കൂടെ കിടക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കോഎഫിഷ്യൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എക്സിൻ്റെ മുകളിലായിട്ടൊരു 2, അതിനെ നമ്മൾ എക്സ്പോണൻസ് എന്നാ പറയാം. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ എന്താണെന്നുള്ളത്. ഇനി ഈ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണെന്നറിയാം, അതറിയാം. നമുക്കൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണല്ലേ. ഇനി ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഇയാളില്ലേ, അതായത് യാതൊരുവിധ വേരിയബിൾസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളിനെ നമ്മൾ പറയുന്നതാണ് കോൺസ്റ്റൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ ഒരിക്കലും മാറാൻ പോകുന്നില്ല, അത് 1 തന്നെയായിരിക്കും. അതേസമയം ഈ ഒരു ഫുൾ ടേമിൻ്റെ വാല്യൂ നമ്മൾ എക്സിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ ഒരു ഫുൾ വാല്യൂ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോഎഫിഷ്യൻറ്റ് എന്നും ഇതിനെ വേരിയബിൾ എന്നും, ഇത് മാറാത്തതുകൊണ്ട് ഇതിനെ കോൺസ്റ്റൻറ്റ് എന്നും പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് നോക്കാം. അതിൽ നമുക്ക് ബേസിക്കലി 3 ടൈപ്സ് പഠിച്ചാൽ മതി. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോണോമിയൽ. മോണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ് കേട്ടോ. ബൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 എന്നും, ട്രൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 എന്നുമാണ്. ഓക്കെ, ഇതിൽ മോണോമിയൽ എന്ന് പറഞ്ഞാൽ 1 ടേം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നോക്കിക്കേ, എക്സാമ്പിൾ എക്സ് മാത്രം, 3y മാത്രം, 46 മാത്രം. ഓക്കെ, അതിനെയാണ് മോണോമിയൽ, ഒറ്റ ടേം ഉള്ളൂ. ബൈനോമിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ടേംസ് ഉണ്ടാവും. ഇതൊരു ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ x² + x 2 ടേംസ് ഉണ്ട്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, y + 3, അവിടെയും 2 ടേംസ് ഉണ്ട്. തേർഡ് ടേം നോക്കിക്കേ, ട്രൈനോമിയൽ. ട്രൈനോമിയലിൽ എന്താണ്? x² + 2x + 19. നോക്കിക്കേ, 1 2 3 ടേംസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ട്രൈനോമിയൽ എന്ന് പറയുന്നത്. ഇനി പോളിനോമിയൽസിൻ്റെ അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക്. ലീനിയറിൽ നമ്മൾ ബേസിക്കലി ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് വേരിയബിൾസിൻ്റെ പവർ അനുസരിച്ചാണ് കേട്ടോ. വേരിയബിൾസിൻ്റെ പവർ, അതിൻ്റെ അർത്ഥം വേരിയബിൾസിൻ്റെ മുകളിലുള്ള എക്സ്പോണൻസ് ഇല്ലേ, അതാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എക്സ് ആണ് അല്ലേ, ഒരൊറ്റ എക്സ് ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ എന്ത് പറയും? ലീനിയർ എന്ന് പറയും. അതായത് നമ്മളിതിനെ പറയാം പവർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മളതിനെ ലീനിയർ എന്ന് പറയും. പവർ ഈക്വൽ ടു 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എന്ന് പറയും. നോക്കിക്കേ, x² എടുക്കുന്നുണ്ട് അല്ലേ, അതുപോലെ bxഉം കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹയസ്റ്റ് പവർ ഏതാ? x² ആണ്, അതായത് 2 ആണ്. അതുകൊണ്ടാണ് അതിനെ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത്. തേർഡ് വൺ നോക്കിക്കേ, ക്യൂബിക് മീൻസ് അവിടുത്തെ പവർ എന്തായിരിക്കും? പവർ വിൽ ബി ഈക്വൽ ടു 3. ഇവിടെ നോക്കുക, x³ ഉണ്ട്, x² ഉണ്ട്, x ഉണ്ട്, ബട്ട് സ്റ്റിൽ x³ ആണ് ഹയസ്റ്റ് പവർ. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ഇനി എക്സസൈസ് 1.1ൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് എ പോളിനോമിയൽ. അതായത് ഒരു ഇക്വേഷൻ പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. x² + 3x + 4 = 0 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതൊരു പോളിനോമിയൽ ആണെന്ന് ഡയറക്റ്റായിട്ട് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇനി എങ്ങാനും
നമുക്ക് റൂട്ട് എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് റൂട്ട് എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1/2 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് നമ്മുടെ വേരിയബിളിന് ഹോൾ നമ്പേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് 1 2 3 എക്സിൻ്റെ പവർ 1 2 3 4 അങ്ങനെ എക്സെട്ര ഇങ്ങനെ അല്ലാത്ത ഏത് വന്നാലും, അതായത് മൈനസ് വന്നാലോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വന്നാലോ ഇതൊന്നും നമ്മൾ എന്ത് പറയില്ല, ഇവരൊക്കെ പോളിനോമിയൽ ആണെന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എക്സ് റേസ് ടു 1/2 ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ് റേസ് ടു -1 + 4 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പോളിനോമിയൽ ആകണമെങ്കിൽ അതിൻ്റെ പവേഴ്സ് എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആകണം എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതേ എക്സസൈസിൽ വരുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും 4x raised to 4 plus x³ plus x² is equal to 0 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് പോളിനോമിയൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിഗ്രി എത്രയായിരിക്കും, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹയസ്റ്റ് പവർ ഏതാണ്, 4 ആണ്. സോ ഇതിൻ്റെ ഡിഗ്രി നമുക്ക് എത്രയാണെന്ന് പറയാം, ഡിഗ്രി ഈസ് ഈക്വൽ ടു 4 എന്ന് പറയാം. അതുപോലെ ഇനി എക്സ് റേസ് ടു ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 1 പ്ലസ് എക്സ് റേസ് ടു 10 പ്ലസ് എക്സ് റേസ് ടു 4 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൻ്റെ ഡിഗ്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും, ഹയസ്റ്റ് പവർ അല്ലേ. ഇതിലെ ഹയസ്റ്റ് പവർ എന്താണ്, 10. സോ ഡിഗ്രി ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 1 വരുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.